അടിപൊളി ഒരു ചിക്കൻ ഫ്രൈ ഉണ്ടാക്കിയാലോ? അതിനാവശ്യമായ സാധനങ്ങൾ: 2 കിലോ ചിക്കൻ വൃത്തിയായി കഴുകി വെള്ളം വാലാൻ വയ്ക്കുക. അതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ: 10 പച്ചമുളക്, 10 പീടിക മുളക്, 10 അല്ലി വെളുത്തുള്ളി, 1 സ്പൂൺ പെരിഞ്ജീരകം, 1/2 സ്പൂൺ സാധാരണ ജീരകം, 1/2 സ്പൂൺ ഉപ്പും എല്ലാം നല്ലൊരു കഷ്ണം ഇഞ്ചിയും ചേർത്ത് ഒരുവിധം ചതയ്ക്കുക. അതിലേക്ക് കറിവേപ്പിലയും ഇട്ട് ചിക്കനിൽ ചേർത്ത് നല്ലതുപോലെ ഞെരടി പിടിപ്പിക്കുക. നല്ലതുപോലെ ഞെരടി പിടിപ്പിക്കണേ. എന്നിട്ടത് 1 മണിക്കൂർ ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കുക. കറിവേപ്പില അങ്ങോട്ട് തട്ടിക്കുക, കുഴപ്പമൊന്നുമില്ല. കറിവേപ്പില എത്ര ചേർത്താലും നല്ലതാണ്. അടച്ച് വെച്ച് 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വയ്ക്കുക. 1 മണിക്കൂർ കഴിഞ്ഞ് അത് പുറത്തെടുത്ത് 1 മുട്ട, 1 ചെറുനാരങ്ങ നീര്, ചിക്കൻ മസാലപ്പൊടി 1 സ്പൂൺ, ഞാൻ ഇവിടെ പൊടിച്ച് വെച്ച മസാലപ്പൊടിയാണ് ചേർത്തത്, 1 സ്പൂൺ കോൺഫ്ലവർ, 1 സ്പൂൺ കുരുമുളക് പൊടി, 1/2 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി വീണ്ടും യോജിപ്പിക്കുക. കൈകൊണ്ട് തന്നെ ചേർത്ത് ഇളക്കണം കേട്ടോ. കോൺഫ്ലവർ ചേർക്കുന്നത് എന്തെന്ന് വെച്ചാൽ ഇതിൻ്റെ അരപ്പൊക്കെ അതിൽ പിടിക്കാനാണ്. അതിൻ്റെ മേലെ പിന്നെയും കറിവേപ്പില അങ്ങോട്ട് നീരിട്ട് 15 മിനിറ്റ് ഒന്ന് അടച്ച് വയ്ക്കുക. കണ്ടല്ലോ, നല്ലതുപോലെ ഞെരടി പിടിപ്പിക്കണം കേട്ടോ, എന്നാലേ അതിലോട്ട് പിടിക്കത്തുള്ളൂ. ചെറുനാരങ്ങ നീര് ചേർക്കാൻ മറക്കല്ലേ. എന്നിട്ട് അടച്ച് വയ്ക്കുക. വീണ്ടും അതെടുത്ത് ഒരു കടായി അടുപ്പത്ത് വെച്ച് അതിൽ കറിവേപ്പില നിരത്തി വെച്ച് എണ്ണ ഒഴിക്കും. അത് ചൂടാകുമ്പോൾ ഓരോ കഷ്ണങ്ങളായി എടുത്തിട്ട് കൊടുത്ത് അടച്ച് വെച്ച് വേവിക്കുക. അല്പം കുറച്ച് കഴിയുമ്പം അതങ്ങ് വേവുമല്ലോ. അപ്പോൾ അതിനെ തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് നന്നായി ഫ്രൈ ചെയ്തെടുക്കുക. കണ്ടോ, ഇത് ഒരിക്കൽ പോലും വെച്ച് നോക്കണം കേട്ടോ, അടിപൊളിയാണ്, വളരെ നല്ല സംഭവമാണ്. ഇതങ്ങ് ഫ്രൈ ആയി എടുക്കുന്നതുകൊണ്ട് ചാറൊന്നുമില്ല കേട്ടോ. ഇത് വളരെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. പിള്ളേർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടം. സാധാരണ അവർ ഇങ്ങനെ ഫ്രൈ ആക്കുന്നത് ഇഷ്ടം എല്ലാവർക്കും, പക്ഷേ ഇതവർക്ക് നല്ല ഇഷ്ടമായി. എല്ലാവരും നന്നായി കൂട്ടി കേട്ടോ. എല്ലാവരും നന്നായി ചെയ്ത് നോക്കണേ, മറക്കല്ലേ. കണ്ടോ എങ്ങനെയുണ്ട്? അതിൻ്റെ മേലെ കരിയാപ്പില പിന്നെ ഇട്ട് ഒരു അലങ്കാരത്തിനും ഭംഗിക്കും വേണ്ടി എല്ലാവരും